ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നൊരു ഫ്രൂട്ട് കസ്റ്റാർഡാണ് ഉണ്ടാക്കുന്നത്. ഈ ഒരു ചൂടിൽ ഇതുപോലൊരു തണുത്ത കസ്റ്റാർഡ് കിട്ടിയാൽ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരാരും ഉണ്ടാവില്ല. അതുമാത്രമല്ല, നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഐറ്റമാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ 200 ml കപ്പിൽ 1.25 കപ്പ് പാല് ഇതുപോലൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ തിളപ്പിച്ചെടുത്തതിന് ശേഷം ചൂടാറിയ പാലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ തിളപ്പിക്കാത്ത പാലാണെങ്കിൽ ഉള്ളതെങ്കിൽ ആദ്യം തന്നെ ആ പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ഏകദേശം ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളവും തിളപ്പിച്ചാറിയതാണ്. നമ്മളിപ്പോൾ സ്റ്റൗ ഓൺ ചെയ്തിട്ടില്ല. ഇനി നമുക്കിതിലേക്ക് കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പാലും വെള്ളവും ഒക്കെ തണുത്തതായതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് അതിലോട്ട് കസ്റ്റാർഡ് ചേർത്തത്. ഇനി നിങ്ങളെടുത്ത പാലിന് ചൂടുണ്ടെങ്കിൽ കസ്റ്റാർഡ് ഇതുപോലെ ഡയറക്റ്റ് ചേർത്ത് കൊടുക്കാൻ പാടില്ല, കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു 1.5 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് കുറച്ച് പാലിൽ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ കസ്റ്റാർഡ് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇനി കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം. എന്നിട്ട് ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ കട്ട പിടിക്കും. അതുപോലെ തന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതുപോലെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ പാലും കസ്റ്റാർഡും ഒക്കെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. പാൽ ഇപ്പോൾ അത്യാവശ്യം തിക്കാകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കറക്റ്റ് കൺസിസ്റ്റൻസി. ഈ ഒരു പരുവത്തിലാകുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്ത് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് കസ്റ്റാർഡ് നമ്മൾ ഇതുപോലൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മളിത് ചൂടാക്കിയ പാത്രത്തിൽ തന്നെ വെച്ചുകൊണ്ടിരുന്നാൽ ഇത് കൂടുതൽ തിക്കാകും. അതുകൊണ്ടാണ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നത്. അപ്പോൾ നമ്മുടെ കസ്റ്റാർഡ് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് പച്ചമുന്തിരി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 2 പൂവമ്പഴം ഇതുപോലെ അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഏകദേശം ഒരു 5 ഡേറ്റ്സ് ഇതുപോലെ കുരുവൊക്കെ കളഞ്ഞ് കീറിയിട്ടത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സും കുറച്ച് ഉണക്കമുന്തിരിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കസ്കസ് കുതിർത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഈ ഒരു കസ്റ്റാർഡിൽ ഓറഞ്ച്, പപ്പായ, പേരയ്ക്ക അതൊന്നും ചേർത്ത് കൊടുത്താൽ അത്ര ടേസ്റ്റ് കാണില്ല. ഇനി നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മളെല്ലാം കൂടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ 1 മണിക്കൂറെങ്കിലും ഒന്ന് തണുപ്പിച്ചെടുക്കണം. ഇത് തണുപ്പോട് കൂടി കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അടച്ചു വെച്ച് 1 മണിക്കൂർ ഒന്ന് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്ത കസ്റ്റാർഡാണിത്. ഇതിപ്പോൾ കുറച്ചുകൂടി ഒന്ന് തിക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വാട്ടർമെലൺ കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾ വാട്ടർമെലൺ ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ലാസ്റ്റ് ചേർത്ത് കൊടുക്കണം, ആദ്യം തന്നെ ചേർത്ത് കൊടുക്കണ്ട, അപ്പോൾ ടേസ്റ്റ് ഉണ്ടാകില്ല. അപ്പോൾ ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ട് കസ്റ്റാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ അതിന് മുന്നേ ഇത് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ അവർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഡയറക്റ്റ് ഇതുപോലെ അങ്ങ് എടുത്ത് കൊടുക്കുകയേ വേണ്ടൂ. അപ്പോൾ നമ്മൾ ഇന്ന് ഇതിൻ്റെ കൂടെ കുറച്ച് ഐസ്ക്രീം കൂടി ചേർത്താണ് സെർവ് ചെയ്യുന്നത്. ഐസ്ക്രീം ഒന്നും ഇല്ലാതെ കഴിക്കാനും ഇത് നല്ല ടേസ്റ്റാണ്. പക്ഷെ ഐസ്ക്രീം കൂടി ഉണ്ടെങ്കിൽ കുറച്ചുകൂടി അതിൻ്റെ ഒരു ഫ്ലേവർ കൂടി കിട്ടും. അപ്പോൾ എല്ലാവരും ഈ ഒരു ഫ്രൂട്ട് കസ്റ്റാർഡ് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.